ഇതിലാണ് പറയുന്നത് എന്ത്? ഒരു സ്ത്രീ ഒരു സ്വപ്നം കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് വന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് വന്ന് പറഞ്ഞപ്പോ നബി തങ്ങള് നിന്റെ ഭർത്താവ് മടങ്ങിക്ക് വരൂ, നിന്റെ ഭർത്താവ് മടങ്ങി വരൂല, നീ ഒരിക്കലും ഭർത്താവിന്റെ കൂടെ ജീവിക്കൂല എന്ന് പറഞ്ഞു പോലും. എന്നിട്ടോ അതേ സ്ത്രീ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിവരമൊന്നും പറയാതെ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പോലും മടങ്ങി വരൂ. എന്നിട്ടോ ആ സ്ത്രീയുടെ ഭർത്താവ് മടങ്ങി വരികയും ചെയ്തു. വരികയും ചെയ്തിട്ട് അതുകൊണ്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഒരു സംഭവം നടന്നെങ്കിൽ അതിനെന്തെങ്കിലും വ്യാഖ്യാനങ്ങളൊക്കെ പറയാൻ പണ്ഡിതന്മാർ ചിലപ്പോൾ പറഞ്ഞെന്ന് വരാം. എന്നാൽ അതിന്റെ ശേഷം പിന്നെ പറയുന്നറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് വന്നിട്ട് ഈ സ്ത്രീ ഈ വിഷയം പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ വിഷമായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതിനെ സംബന്ധിച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു. അപ്പൊ ജിബ്രീൽ പറഞ്ഞു പോലും എന്ത്, അത് സിദ്ദീഖുൽ അക്ബറിന്റെ നാവുമ്മല് കള്ളത്തരം വരുന്നത് അള്ളാഹ് രചിച്ചു. അപ്പൊ നബി എന്റെ നാവുമ്മല് കളവ് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ധ്വനിപ്പിക്കുന്ന വാചകം ഇതും ഒരു നിലക്കും സഹീഹായി വരാൻ സാധ്യതയുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആരെങ്കിലും കടത്തിക്കൂട്ടിയ കാര്യങ്ങൾ ഞങ്ങളുടെ മേൽ വെച്ച് കെട്ടിയിട്ട് നിങ്ങൾ തോന്നിവാസം പറയേണ്ടതില്ല എന്ന് വ്യക്തമായി തന്നെ പറയുകയാണ്.